സുഹൃത്തുക്കളെ, ആധുനിക യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കാനുള്ള ഏറ്റവും സങ്കീർണമായ സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് ടെക്നോളജി ഇന്ത്യ നേടിയ വിവരം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി തേജസ് ആംക വിമാനങ്ങൾക്ക് നമ്മുടെ സ്വന്തം ഫൈറ്റർ എഞ്ചിൻ സാധ്യമാണോ? കാലങ്ങളായിട്ട് നമ്മൾ കാത്തിരുന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കൊന്ന് തേടാം. ഇന്ത്യ തേജസ് ഉണ്ടാക്കി. മിസൈലുകൾ, റഡാറുകൾ, ഏവിയോണിക്സ്, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം, ഇതിലെല്ലാം ഇന്ത്യ വളരെ ശക്തമായിട്ട് വളർന്നു. പക്ഷേ വർഷങ്ങളായിട്ട് നമ്മുടെ പ്രതിരോധ മേഖലയെ അലട്ടുന്ന ഒരു വലിയ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കാൻ കഴിയുമോ? ഇപ്പോൾ ആ ചോദ്യത്തിന് പുതിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു നിർണായക മുന്നേറ്റമാണ് തദ്ദേശീയമായ സിംഗിൾ ക്രിസ്റ്റൽ ടർബൈൻ ബ്ലേഡ് സാങ്കേതികവിദ്യ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ പുതിയൊരു വളരെ എക്സൈറ്റിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ്? ഒരു സാധാരണ ലോഹം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരൊറ്റ കഷ്ണം പോലെയാണ് നമുക്ക് തോന്നുക. പക്ഷേ ഇത് ശക്തമായ ഒരു മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അത് അനവധി ചെറിയ ലോഹപ്പരലുകൾ, അതായത് ക്രിസ്റ്റൽസ് ചേർന്നതാണ് എന്ന് കാണാം. ഒരു വലിയ മതില് പല ഇഷ്ടികകൾ ചേർത്തുണ്ടാക്കുന്നത് പോലെ ആ ചെറിയ പരലുകൾ തമ്മിൽ കൂടി ചേർന്ന ഇടങ്ങളെയാണ് ഗ്രെയിൻ ബൗണ്ടറികൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ പ്രശ്നം എന്താണ്? ഒരു മതിലിൽ വിള്ളൽ വരുമ്പോൾ അത് സാധാരണയായിട്ട് ഇഷ്ടികയുടെ നടുവിലൂടെയല്ല, ഇഷ്ടികകൾ തമ്മിൽ ചേരുന്ന ഭാഗങ്ങളിലൂടെയാണ് പോകുന്നത്. അതുപോലെ ലോഹം അതിശക്തമായ ചൂടും സമ്മർദ്ദവും നേരിടുമ്പോൾ ഈ ഗ്രെയിൻ ബൗണ്ടറികൾ ഒരു ദൗർബല്യമായിട്ട് മാറും. അവിടെയാണ് വിള്ളൽ തുടങ്ങാൻ സാധ്യത കൂടുതലുള്ളത്. DRDO ഈ സാങ്കേതികവിദ്യയിൽ വലിയ മുന്നേറ്റമാണ് നേടിയിരിക്കുന്നത്. ഇതൊരു സാധാരണ ഘടകമല്ല. ആധുനിക സൈനിക വിമാന എഞ്ചിനിൽ ഏറ്റവും കൂടുതൽ ചൂടും സമ്മർദ്ദവും നേരിടുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് അതിൻ്റെ ടർബൈൻ ബ്ലേഡ്. എഞ്ചിൻ്റെ ഉള്ളിൽ താപനില 1500 ഡിഗ്രി സെൽഷ്യസിനും മുകളിലേക്ക് പോകും. അതിനോടൊപ്പം അതിവേഗത്തിലുള്ള റൊട്ടേഷൻ, വൈബ്രേഷൻ, മർദ്ദം, ഇന്ധനം കത്തുമ്പോഴുണ്ടാകുന്ന ചൂട്, ഇതെല്ലാം ഈ ബ്ലേഡുകൾ ഒരുമിച്ച് സഹിക്കേണ്ടി വരും. ഇവിടെ സാധാരണ ലോഹ ബ്ലേഡുകൾ പോരാ. ഉയർന്ന ചൂടിലും സമ്മർദ്ദത്തിലും സാധാരണ ലോഹങ്ങളിലെ ഈ ഗ്രെയിൻ ബൗണ്ടറീസ് വലിയൊരു പോരായ്മയായിട്ട് മാറും. പക്ഷേ സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് എന്നത് പേര് പോലെ തന്നെ ഒരു ഏകീകൃത ക്രിസ്റ്റൽ ഘടനയിൽ രൂപപ്പെടുത്തിയ ബ്ലേഡാണ്. ഇതിൽ ഇതുപോലെയുള്ള ഗ്രെയിൻ ബൗണ്ടറീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ ചൂട് സഹിക്കാനും കൂടുതൽ കാലം വിശ്വസനീയമായിട്ട് പ്രവർത്തിക്കാനും എഞ്ചിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താനും ഇതിന് സാധിക്കും. ഇന്ത്യ ഇതിനു മുമ്പ് ഹെലികോപ്റ്റർ എഞ്ചിനുകൾക്ക് വേണ്ടിയിട്ട് ഈ സാങ്കേതികവിദ്യ കൈവരിച്ചിട്ടുണ്ടായിരുന്നു. 2021 DRDOയുടെ ഡിഫൻസ് മെറ്റലർജിക്കൽ റിസർച്ച് ലബോറട്ടറി, അതായത് DMRൽ ഇത്തരം ബ്ലേഡുകൾ നിർമ്മിച്ച് HALന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ യുദ്ധവിമാനങ്ങളിലേക്കുള്ള മുന്നേറ്റം അതിനേക്കാളൊക്കെ വലിയൊരു കുതിപ്പാണ്. കാരണം ഇവ രണ്ടിൻ്റെയും പ്രവർത്തന സമ്മർദ്ദം അല്ലെങ്കിൽ ഓപ്പറേഷണൽ സ്ട്രെസ് ഒരുപോലെയല്ല. ഒരു ഫൈറ്റർ എഞ്ചിനിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ വളരെ കടുത്തതാണ്. വലിയ ആഫ്റ്റർ ബേണർ ലോഡ്, പെട്ടെന്നുള്ള വേഗതയും RPMലുള്ള വ്യതിയാനങ്ങളും, അതിവേഗത്തിലുള്ള G-ഫോഴ്സ് വ്യതിയാനങ്ങൾ, അതുപോലെ ഉയർന്ന മർദ്ദവും ഉയർന്ന ടർബൈൻ താപനിലയും, അങ്ങനെ പലതും. ഈ പുതിയ നേട്ടത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം ബ്ലേഡിൻ്റെ പുറം രൂപമല്ല, അതിൻ്റെ ഉള്ളിലെ സാങ്കേതിക വിദ്യയാണ്. ഇതിനായിട്ട് ഡിറക്ഷണൽ സോളിഡിഫിക്കേഷൻ എന്ന അത്യന്തം സൂക്ഷ്മമായ നിർമ്മാണ രീതിയും ഉപയോഗിക്കണം. അതിനോടൊപ്പം ബ്ലേഡിൻ്റെ ഉള്ളിൽ അതിസൂക്ഷ്മമായ സർപ്പരൂപത്തിലുള്ള ശീതീകരണ വഴികൾ ഉണ്ടാക്കണം. പാമ്പ് പോലെ വളഞ്ഞു പോകുന്ന ആന്തരിക വഴികളാണിത്. ഈ ചെറുതും സങ്കീർണവുമായ ചാനലുകൾ വഴി തണുത്ത കാറ്റ് പ്രവഹിക്കുമ്പോഴാണ് അതിശക്തമായ ചൂടിനിടയിലും ബ്ലേഡ് നിലനിൽക്കുന്നത്. ഇതിനായിട്ട് വളരെ സങ്കീർണമായ സെറാമിക് കോറുകളും ആവശ്യമാണ്. അതായത് ഇതൊരു ലോഹഭാഗം വാർത്തെടുക്കുക എന്ന ലളിതമായ കാര്യമല്ല. മെറ്റലർജി, പ്രിസിഷൻ കാസ്റ്റിംഗ്, സെറാമിക് കോർ സാങ്കേതികവിദ്യ, താപസംസ്കരണം, കോട്ടിംഗ്, നശീകരണമില്ലാത്ത പരിശോധന, ഇതെല്ലാം ഒന്നിക്കുന്ന ഒരു ഉന്നതതല എയറോസ്പേസ് നിർമ്മാണ പ്രക്രിയയാണ്. ലോകത്ത് UK, USA, ഫ്രാൻസ്, റഷ്യ തുടങ്ങി വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് ഈ സാങ്കേതികവിദ്യ പൂർണ്ണമായിട്ടും സ്വായത്തമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഇവിടെ നമ്മൾ അമിതമായിട്ട് ആവേശപ്പെടാതെ ഒരു സത്യം മനസ്സിലാക്കണം. സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പോർ വിമാന എഞ്ചിൻ സാങ്കേതികവിദ്യയിലെ വലിയൊരു ചുവടുവയ്പ്പാണ്. പക്ഷേ അത് മുഴുവൻ എഞ്ചിനും ഉണ്ടാക്കി കഴിഞ്ഞു എന്നതിന് അർത്ഥമില്ല. ഒരു ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് കംപ്രസർ, കമ്പസ്റ്റർ, ടർബൈൻ, ആഫ്റ്റർ ബേണർ, ഫെഡക് ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റം തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ ചേർന്നതാണ്. ഇന്ത്യയുടെ കാവേരി എഞ്ചിൻ പദ്ധതി നമ്മളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: ഇന്ത്യക്ക് എഞ്ചിൻ രൂപകൽപ്പന ചെയ്യാനുള്ള അറിവില്ല എന്നല്ല പ്രശ്നം.
ത്രസ്റ്റ് വെയിറ്റ് റേഷ്യോ, വിശ്വസനീയത, ചൂടുള്ള ഭാഗങ്ങളുടെ ഈട് ഇതെല്ലാം ഒരുമിച്ച് നേടുന്നതിലാണ് വെല്ലുവിളി. കാവേരി സത്യത്തിൽ ഒരു പരാജയ കഥയല്ല. അത് ഇന്ത്യയുടെ പ്രൊപ്പൽഷൻ യാത്രയിലെ നമ്മുടെ പഠനത്തിനുള്ള ഒരു ബേസാണ്, ഒരു അടിസ്ഥാനമാണ്. ഓരോ പരീക്ഷണ പരാജയവും ഭാവിയിലേക്കുള്ള വിവരങ്ങളാണ്, അതായത് ഡേറ്റയാണ്. ചിലർ ചോദിച്ചേക്കാം, ഈ സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് ഇന്ത്യക്ക് സാധിച്ചെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സഫ്രാൻ അല്ലെങ്കിൽ റോൾസ് റോയ്സ് പോലെയുള്ള കമ്പനികളുടെ സഹായം ഇനി എന്തിനാണ്? ഉത്തരം ലളിതമാണ്. ബ്ലേഡ് സാങ്കേതികവിദ്യ നമുക്ക് എഞ്ചിൻ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു വാതിൽ തുറന്നു തരുന്നു. പക്ഷേ ആ വാതിൽ കടന്ന് സമ്പൂർണ്ണമായ ഒരു ഫൈറ്റർ എഞ്ചിൻ സംവിധാനം നിർമ്മിക്കാനായിട്ട് കൂടുതൽ പ്രായോഗികമായ അറിവ് വേണം. 5000 മണിക്കൂർ പ്രവർത്തിപ്പിച്ചാൽ ബ്ലേഡിലെ കോട്ടിങ്ങിൻ്റെ ഗുണനിലവാരം എങ്ങനെ കുറയും? മരുഭൂമിയിലെ പൊടി കംപ്രസറിനെ എങ്ങനെ ബാധിക്കും? ഹൈ ജി മാനുവറുകളുടെ സമയത്ത് ഇന്ധന പ്രവാഹത്തിലെ അസ്ഥിരത എങ്ങനെ ഒഴിവാക്കും? ഇതെല്ലാം വർഷങ്ങളുടെ പരീക്ഷണങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് വിദേശ സഹകരണം എന്ന് പറയുന്നത് ഒരു ദൗർബല്യമല്ല, മറിച്ച് വെല്ലുവിളികൾ കുറയ്ക്കാനുള്ള തന്ത്രപരമായ ഒരു കുറുക്ക് വഴിയാണ്. നമ്മൾ ചോദിക്കേണ്ടത് വെറും ഒരു 100% സാങ്കേതികവിദ്യ കൈമാറ്റം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി കിട്ടുമോ എന്നല്ല. നിർമ്മാണ പ്രക്രിയ, പരിശോധനാ രീതി, പരാജയ വിശകലനം, സർട്ടിഫിക്കേഷൻ്റെ അറിവുകൾ ഇതെല്ലാം ലഭിക്കുമെന്നാണ്. ഇപ്പോൾ ഈ സാങ്കേതികവിദ്യ സ്വകാര്യ മേഖലയിലേക്ക് കൈമാറി വൻതോതിലുള്ള ഉൽപ്പാദനത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ്. ലബോറട്ടറിയിൽ ഒരു ബ്ലേഡ് ഉണ്ടാക്കുന്നത് വലിയൊരു നേട്ടമാണ്. പക്ഷേ ഒരു ഫൈറ്റർ എഞ്ചിൻ പദ്ധതിക്ക് വേണ്ടത് ഒരേ ഗുണനിലവാരമുള്ള ആയിരക്കണക്കിന് ബ്ലേഡുകൾ തുടർച്ചയായി ഉണ്ടാക്കാനുള്ള ഉൽപ്പാദന ശേഷിയാണ്. ചൈനയുടെ നാൾവഴികളിൽ നിന്ന് ഇന്ത്യക്ക് വലിയൊരു പാഠം പഠിക്കാനുണ്ട്. WS-10, WS-15 പോലെയുള്ള എഞ്ചിനുകൾ ഫീൽഡ് ചെയ്യാനായിട്ട് അവർക്ക് പതിറ്റാണ്ടുകൾ എടുത്തു. അമിതമായ ചൂടാകല്, ബ്ലേഡിലെ വിള്ളല് തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങൾ അവർ നേരിട്ടു. പക്ഷെ അവർ ഫണ്ടിങ് നിർത്തിയില്ല. പരീക്ഷണങ്ങൾ തുടർന്നു, പരാജയങ്ങളെ ഉൾക്കൊണ്ടു. നമ്മൾ പഠിക്കേണ്ടത് അവരുടെ കോപ്പിങ് രീതിയല്ല, മറിച്ച് അവർ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന രീതിയാണ്. അതായത് അവരുടെ എക്സിക്യൂഷൻ കൾച്ചറാണ്. ലക്ഷ്യങ്ങൾക്കുള്ള സമയപരിധി എപ്പോഴും പ്രായോഗികമായിരിക്കണം. നാളെ രാവിലെ തേജസ്സിൽ ഇന്ത്യൻ എഞ്ചിൻ വരുമെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? പറ്റില്ല. ഇന്ത്യക്ക് ഇനി ചെയ്യേണ്ടത് വളരെ വ്യക്തമാണ്. ലബോറട്ടറി വിജയത്തെ ഉൽപ്പാദന വിജയമാക്കണം. ഉൽപ്പാദന വിജയത്തെ അംഗീകൃത എഞ്ചിൻ സാങ്കേതികവിദ്യയാക്കണം. അംഗീകൃത എഞ്ചിൻ സാങ്കേതികവിദ്യ ആംക ക്ലാസ് എഞ്ചിനിലേക്ക് ഉയർത്തണം. വിദേശ സഹകരണത്തെ വെറും ഡിപ്പെൻഡൻസി ആക്കാതെ ഡിസൈൻ ഓണർഷിപ്പ് ആക്കി മാറ്റണം. സ്വകാര്യ മേഖലയെ വെറും അസംബ്ലർ ആക്കാതെ സാങ്കേതിക പങ്കാളിയുമാക്കണം. ഇന്ത്യ സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് നേടി എന്നുള്ളത് വെറും ഒരു പ്രതീകാത്മക നേട്ടമല്ല, യഥാർത്ഥ തന്ത്രപരമായ നേട്ടമാണ്. ഇതിൻ്റെ യഥാർത്ഥ പരീക്ഷണം ഈ ബ്ലേഡിനെ ഇന്ത്യൻ ഫൈറ്റർ എഞ്ചിൻ്റെ ഹൃദയമാക്കി മാറ്റുക എന്നുള്ളതാണ്. ആ പരീക്ഷണം വിജയിച്ചാൽ തേജസ് മുതൽ ആംക വരെ, ഡ്രോണുകൾ മുതൽ ഭാവിയിലെ യുദ്ധവിമാനങ്ങൾ വരെ ഇന്ത്യൻ വ്യോമശക്തിയുടെ ചരിത്രം തന്നെ മാറും. ഇന്ത്യയുടെ ഫൈറ്റർ എഞ്ചിൻ സ്വപ്നം ഇനി ദൂരെയല്ല. പക്ഷേ അത് ശാസ്ത്രം, ക്ഷമ, പരീക്ഷണങ്ങൾ, സാമ്പത്തിക സഹായം, വ്യവസായം, ദേശീയ പ്രതിബദ്ധത എന്നിവയിലൂടെ മാത്രമേ യാഥാർത്ഥ്യമാകുള്ളൂ. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ നിങ്ങൾ തയ്യാറാവണം. നല്ലൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.